ഗുഡ് ഈവനിങ്. ഇന്നത്തെ ചിന്താവിഷയം, എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകുന്നത് എന്നുള്ളതാണ്. ഹൗ ക്യാൻ എ പേഴ്സൺ ബിക്കം എ ഗുഡ് പേഴ്സണാലിറ്റി? വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും പെരുമാറ്റങ്ങളുടെയും സ്വഭാവ സവിശേഷതകളുടെയും ഒരു ആകത്തുകയാണ് വ്യക്തിത്വം. അപ്പോൾ ഒരു വ്യക്തി ഒരു നല്ല ചിന്തകനായിരിക്കണം, ഒരു നല്ല സ്വഭാവ സവിശേഷതകളുള്ള ആളായിരിക്കണം, ഒരു നല്ല പെരുമാറ്റമുള്ള ആളായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ലൊരു വ്യക്തിത്വം നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഈ ഒരു ഘടന, അതായത് നമ്മുടെ ചിന്തകൾ, സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റ രീതി, ഇതെല്ലാം ഏറെക്കുറെ നമ്മളിൽ അന്തർലീനമാണ്. ഈ സവിശേഷതകൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ചിന്തകൾ, അല്ലെങ്കിൽ ഈ സ്വഭാവ സവിശേഷതകൾ, അല്ലെങ്കിൽ ഈ പെരുമാറ്റ രീതികൾ, ഇതെല്ലാം നമ്മൾ വളർത്തിയെടുക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് നമ്മൾ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ അതിനു വേണ്ട ട്രെയിനിങ് കൊടുക്കണം, അതിന് അവരെ പരിശീലിപ്പിക്കണം, അവരെ ഒരു നല്ല വ്യക്തിബോധമുള്ളവരായിട്ട് വളർത്താനും സാധിക്കണം. അപ്പം ഇതിൽ മാതാപിതാക്കൾക്ക് നല്ലൊരു റോൾ, അല്ലെങ്കിൽ അവരുടെ കടമ വളരെയധികം വലുതാണ്. ഒരു വ്യക്തിയെ, അതായത് തൻ്റെ മകനെയോ മകളെയോ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായി എങ്ങനെ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരെ അതിന് സാധിപ്പിക്കാം എന്നുള്ളത് മാതാപിതാക്കളുടെ ഒരു കർമ്മമാണ്. മാതാപിതാക്കൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ആ വ്യക്തിയും ഇതിനെല്ലാം അനുസൃതമായിട്ട് പെരുമാറാവും. നല്ല ചിന്തകനായി വളരണം, നല്ല സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയായിരിക്കണം, ആരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റ രീതിയാകണം. എന്നാൽ മാത്രമേ ഒരു നല്ല വ്യക്തിത്വം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഏറെക്കുറെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് നമ്മൾ വളർത്തിയെടുക്കണം. അതുമാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കാനോ, അല്ലെങ്കിൽ അതിനുവേണ്ടി ധാരാളം ചെലവാക്കാനോ ഒന്നും പോവേണ്ടതില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ
കടമ. ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു നല്ല വ്യക്തിയായി വളരാം, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ സ്വഭാവ സവിശേഷതകൾ, അല്ലെങ്കിൽ ഈ പെരുമാറ്റ രീതികൾ, അല്ലെങ്കിൽ ഈ സമൂഹത്തോടുള്ള കടപ്പാട്, ആ വ്യക്തിക്കുള്ള കടപ്പാട് എല്ലാം വീണ്ടും വീണ്ടും അസസ് ചെയ്യപ്പെടുന്നു. ഒരു നല്ല പൗരനായി വളരുക, നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ അനുസരിക്കുക, ഇതെല്ലാം ഒരു നല്ല വ്യക്തിത്വത്തിന് ആവശ്യമാണ്. ഇത് അത്ര നിസ്സാരം ആണെന്ന് കരുതണ്ട. ഇതിന് നാം തന്നെ ശ്രമിക്കണം. ഇതിന് ഞാൻ പറഞ്ഞ മാതിരി ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കോളേജോ ഒന്നും ഉണ്ടാകില്ല. ഉണ്ട്, കോളേജുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നെല്ലാം പറഞ്ഞ് ബോർഡുകൾ വെച്ചും അങ്ങനെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ഒത്തിരി നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവിടെ കൊടുക്കുന്ന ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ only theoretical training. only theory. No, there is no practical. Practical നമ്മൾ തന്നെ ചെയ്യണം, അവനവൻ തന്നെ ചെയ്യണം. അല്ലാതെ ഒരു കോളേജിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ പോയി പഠിച്ച് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചു എന്ന് വെച്ച് ആ വ്യക്തി ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകണമെന്ന് അർത്ഥമില്ല. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു സമൂഹത്തിനൊപ്പമാണ്, ഒരു സൊസൈറ്റിക്കൊപ്പമാണ്. ഇവിടെ നാം നേരിടേണ്ടി വരുന്നത് ഒട്ടനവധി ഇഷ്യൂസ് ആണ്. ആ ഇഷ്യൂസിനെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഒരു വ്യക്തിയായ നമ്മൾ അറിഞ്ഞിരിക്കണം. നാം കേട്ടിട്ടുണ്ട്, ഈസ് എ ഫൈൻ ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ ഈസ് എ ഗുഡ് പേഴ്സണാലിറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം വെറുതെ ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാൽ ഈ കനോട്ട് ബിക്കം എ ഗുഡ് പേഴ്സണാലിറ്റി, ഈ കനോട്ട് ബിക്കം എ ഫൈൻ ഹ്യൂമൻ ബീയിങ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്തർലീനമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങളും ചിന്തകളും ഇതിനൊപ്പം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഒരു നല്ല പേഴ്സണാലിറ്റി ആയിട്ട്, ഒരു നല്ല പേഴ്സൺ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി എന്ന് സമൂഹം നമ്മളെ നോക്കിക്കാണുകയുള്ളൂ. നമ്മൾ എത്രയോ വ്യക്തികളെ കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരാളെ നിർണ്ണയിക്കാവുന്നതാണ് അവൻ ഒരു നല്ല വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്? ഈ പറഞ്ഞ മാതിരി അവൻ്റെ സ്വഭാവ സവിശേഷതകൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ പെരുമാറ്റം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഓ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ്.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ തന്നെ, നമ്മുടെ ബാല്യകാലത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കണം. അതിന് മാതാപിതാക്കൾ വേണ്ടത്ര ഉപദേശങ്ങളും ട്രെയിനിങ്ങും വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഒരു വ്യക്തിത്വം, ഒരു നല്ല വ്യക്തിത്വം ആകാൻ നമ്മൾ ഒത്തിരി പണിയെടുക്കേണ്ടി വരും. പക്ഷേ ദൈവം ഓരോ മനുഷ്യനിലും വ്യക്തിത്വത്തിന് സ്ഥലം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിത്വം വളരാനുള്ള ഒരു ബുദ്ധിശക്തി ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, പലരും അത് ശരിയായി വിനിയോഗിക്കുന്നില്ല ആ ഒരു അവസരങ്ങളിൽ. നേരെ മറിച്ച് നമ്മൾ സമൂഹത്തിനൊരു ബാധ്യത ആകുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു നല്ല വ്യക്തി, ഒരു നല്ല വ്യക്തിത്വമുള്ള ആൾ ഒരു സമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. ഒരു സമൂഹത്തിന് ഏറ്റവും പ്രിയങ്കരനായിരിക്കും അവൻ. അപ്പോൾ നമ്മൾ അധികം ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒത്തിരി പണിയെടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ ചിന്തകളെ നല്ലതാക്കാൻ നോക്കുക, നമ്മുടെ പെരുമാറ്റത്തെ ആകർഷകമാക്കുക, നമ്മുടെ സ്വഭാവശീലങ്ങളെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക. ഇത് നാം തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഒരു വ്യക്തി തന്നെ ചെയ്യേണ്ടതാണ്. ഒരു വ്യക്തി അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി ബുദ്ധിമുട്ടാൻ കഴിയുന്ന ഒരു നിലയിൽ വരണം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്രയോ തരം വ്യക്തികളെ നമ്മൾ കാണുന്നു. പലരും, ആരും ഒരുപോലെയല്ല. എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പാണ്. അതിൽ നല്ല ഈ മേൽപ്പറഞ്ഞ സവിശേഷതകളുള്ള വ്യക്തികളുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു സ്വഭാവ വൈകല്യമുള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു നല്ല പെരുമാറ്റമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ കഴിയില്ല. അല്ലെങ്കിൽ അവൻ സമ്പാദിക്കുന്ന ധനത്തെയോ അവൻ്റെ ചുറ്റുപാടുകളെയോ അളന്ന് ഒരു വ്യക്തിത്വത്തെ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അത് ആ വ്യക്തിത്വം നമ്മുടെ ഉള്ളിൽ നിന്നാകണം. അതിന് നമ്മൾ സമ്പാദിക്കുന്ന ധനമോ നമ്മൾ ഇരിക്കുന്ന
കസേരയോ ഒന്നും ഒരു അളവുകോലല്ല. You can become a good personality by doing simple things, simplest things. അതുകൊണ്ട് സമൂഹത്തിൽ നല്ല വ്യക്തി എന്ന് അറിയപ്പെടാൻ ശ്രമിക്കുക. ഒരു വ്യക്തി അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലൂടെ, അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റത്തിലൂടെ, അല്ലെങ്കിൽ അവൻ്റെ നല്ലതായ ചിന്തകളിലൂടെ അവന് വ്യക്തിത്വം കൈവരിക്കുക മാത്രമല്ല, അവൻ വളരുന്ന സമൂഹത്തിനും ഒരു മാലാഖ പോലെയാണ്. എന്നിരുന്നാലും വ്യക്തികൾ തന്നെ. നമ്മൾ ചിന്തിക്കുക, നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയാകണം, ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകണം. ഇപ്പോൾ നമ്മൾ 60 വയസ്സിലോ 50 വയസ്സിലോ 40 വയസ്സിലോ നമുക്ക് ഈ ചിന്ത വരികയാണെങ്കിൽ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ. കാരണം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും നമ്മുടെ പ്രായത്തിനും വലിയൊരു അന്തരമുണ്ട്. 40 വയസ്സിലോ 50 വയസ്സിലോ 60 വയസ്സിലോ നമ്മുടെ പെരുമാറ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഈ 60 വർഷമായിട്ട് അല്ലെങ്കിൽ 40 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന പെരുമാറ്റ രീതികളായും അല്ലെങ്കിൽ ചിന്തകളായിരിക്കും നമ്മളിലുള്ളത്. അതുകൊണ്ട് ഈ ട്രെയിനിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടണം, അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടണം. അതേപോലെ തന്നെ അധ്യാപകർ, നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർക്കും ഇതിന് വലിയൊരു പങ്കുണ്ട്. അവർ പഠിപ്പിക്കുന്ന കുട്ടികളെ നല്ലൊരു സിറ്റിസണായി അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായി വളർത്തേണ്ട ആവശ്യകത, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങും നമ്മുടെ വിദ്യാലയങ്ങൾ കൊടുക്കണം. അത് ഇന്ന് എത്രമാത്രം ഉണ്ടോ എന്ന് അറിയില്ല. ഈ ചിന്തകൾ എല്ലാം, ഈ സ്വഭാവ സവിശേഷതകളെല്ലാം ഓരോ മനുഷ്യരിലുണ്ട്. ഭഗവാൻ ഓരോരുത്തർക്കും എല്ലാ ചിന്തകൾ ചിന്തിക്കാനും, നല്ലത് ചിന്തിക്കാനും, നല്ല പെരുമാറ്റാനും, നല്ല സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളാകാനും നമ്മുടെ മനസ്സിൽ അത് കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും പിന്നെ ആ സ്വന്തം വ്യക്തിയുമാണ്. അപ്പോൾ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായാൽ അത് സമൂഹത്തിനും രാജ്യത്തിനും ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് നല്ല വ്യക്തികളാകുക, ആകാൻ ശ്രമിക്കുക. പക്ഷേ നമ്മൾ ഈ പ്രായം ചെന്ന സമയത്ത് അതിന് സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ സമയം വൈകിയോ എന്നറിയില്ല. പക്ഷേ എന്നാലും ട്രൈ ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഗുഡ് പേഴ്സണാലിറ്റി. അത് ഇനിയുമാകാം, ശ്രമിച്ചാൽ. അത്രയേ ഉള്ളൂ. എല്ലാം നമ്മുടെ ശ്രമങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ റിസൾട്ടും വരുന്നത്.
ഒരു സ്വഭാവ സവിശേഷത, ഒരു നല്ല പെരുമാറ്റം, ഒരു നല്ല ചിന്ത, ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു നല്ലൊരു മാലയാണ് നല്ല വ്യക്തിത്വം. ഇത് നമ്മൾ മറക്കരുത്. നമ്മുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും നമ്മൾ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യണം. നമ്മുടെ അധ്യാപകർ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരവരുടെ കുട്ടികളെ ട്രെയിനിങ് ചെയ്യണം. എന്നാൽ മാത്രമേ സമൂഹത്തിൽ നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് ലഭിക്കൂ. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അനാപത്തുകൾ എല്ലാം നമ്മൾ നേരിൽ കാണുന്നതാണ്. എല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വിചാരമില്ലാതെ, നല്ലതും ചീത്തയും എന്തെന്നറിയാതെ എന്തോ കാട്ടിക്കൂട്ടുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല, പക്ഷേ നല്ലൊരു സംസ്കാരം അത് വളർത്തി എടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ ഒരു നല്ല വ്യക്തി എന്നുള്ള ഒരു സ്ഥാനവും പോകും. അതുകൊണ്ട് ഈ നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് മാതിരിയാണ്. അത് നിലത്ത് വീണാൽ അങ്ങനെ തന്നെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ കാത്തു സൂക്ഷിക്കുക, നല്ല ചിന്തകരാകുക, നമ്മുടെ സ്വഭാവ സവിശേഷതകളെ ഉജ്ജ്വലിപ്പിക്കുക, നമ്മുടെ പെരുമാറ്റത്തെ ആകർഷണീയമാക്കുക. അങ്ങനെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും നല്ല വ്യക്തികളായി നമുക്ക് നമ്മുടെ കുട്ടികൾക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.